ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? എല്ലാരും ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയല്ലേ ഇപ്പൊ എന്റെ മോൾക്ക് കിട്ടിയത്. ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് വൈകിക്കരുത്. ഇത് കൃപയുടെ കാലമാണ്. കർത്താവ് വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ മാനസാന്തരപ്പെടേണ്ടത്. സ്നേഹം നിറഞ്ഞവർക്ക് യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ മാനസാന്തരപ്പെടൽ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. ഭൂമിയിൽ ജനിച്ച ഓരോരുത്തരും പാപക്ഷമ നേടി മാനസാന്തരപ്പെടണം. നമ്മിൽ പാപമില്ല എന്ന് പറയുകയാണെങ്കിൽ നാം സ്വയം വഞ്ചിക്കുന്നവരാണെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മാനസാന്തരപ്പെട്ടാൽ മാത്രമേ മരണത്തിന് ശേഷം നിത്യജീവനുള്ള സ്വർഗലോകത്തിലേക്ക് പോകാൻ കഴിയൂ. തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ചെയ്ത തെറ്റിന് മനുഷ്യരോടും ദൈവത്തോടും ക്ഷമ ചോദിച്ച് അത് ഉപേക്ഷിക്കുന്നതാണ് മാനസാന്തരപ്പെടൽ. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നിങ്ങൾ പാപത്തോടെ ജീവിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ പാപം ഉപേക്ഷിക്കാം, മാനസാന്തരപ്പെടാം. ദൈവമായ കർത്താവ് നമ്മുടെ മനസ്സിലും വീട്ടിലും തരുന്ന സന്തോഷവും സമാധാനവും നമുക്ക് സ്വന്തമാക്കാം. ദൈവമക്കളായ നാം ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങി അവന്റെ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയം കൈവരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹവും സ്വന്തമാക്കാം. ഇപ്പോൾ നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. ചേച്ചി അതെ, വീട്ടിൽ അരി ഒട്ടും ഇല്ല. അരിയില്ലെങ്കിൽ ഇപ്പൊ എന്താ? ചോറ് വെക്കണ്ടേ? മോള് സ്കൂളിൽ പോയിരിക്കുക. തിരിച്ചു വരുമ്പോ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തെടുത്ത് കൊടുക്കും? എന്തെങ്കിലും ഒന്ന് കൊടുക്കടി. എന്റെ കയ്യിൽ കാശ് വേണ്ടേ? എന്നോട് ചോദിക്കുന്ന നിങ്ങളോട് ചോദിക്കാതെ പിന്നെ റോഡിൽ കൂടെ പോകുന്നവരോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക്? ശരി, നോക്കട്ടെ, ഞാൻ കൊണ്ടുവരാം. പിന്നെ വലിയ കളക്ടർ ഉദ്യോഗമല്ലേ ഭരിക്കുന്നത്, പോയിട്ട് കാശും കൊണ്ട് തിരിച്ചു വരാൻ. കണ്ടോടി, കാശ് കൊണ്ടുവരുമോ ഇല്ലയോന്ന്. ഇതാ കളക്ടറെ വിളിക്കുന്നുണ്ട്. വല്ല ഒപ്പിട്ട് കൊടുക്കാനും ആയിരിക്കും. പൊക്കോ. ഓ അല്ലടാ ചേട്ടാ. ഡാ, നിനക്ക് ആരാ ഈ വെള്ളാന്ന് പേര് വെച്ചത്? ഒരു ബന്ധവും ഇല്ലല്ലോ. ആഹാ, ആരോഗ്യസ്വാമി പേരുള്ളവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുന്നോ? അല്ലെങ്കിൽ കോടീശ്വരൻ പേരുള്ളവരൊക്കെ കോടിക്കണക്കിന് സ്വത്തുമായിട്ടാണോ ജീവിക്കുന്നത്? എന്റെ മനസ്സ് വെള്ള ചേച്ചി, അതുകൊണ്ടാണ് എനിക്ക് വെള്ളം എന്ന് പേരിട്ടിരിക്കുന്നത്. അവൾ അതൊക്കെ പറയും. നീ നടക്ക്. എടീ, നീ അത്തേല്. നിർത്ത്. നിങ്ങക്ക് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും നീ തരൂടാ. പണിപ്പാടിയല്ലോ. നിങ്ങളൊക്കെ എന്താ റൗഡികളാണോ? ഒച്ച വെച്ചാലുണ്ടല്ലോ കുത്തി കേട്ട് ഞാൻ. കുത്തിയാ ചത്തുപോകും. ചേട്ടൻ റൗഡി എന്ന് പറഞ്ഞിട്ട് പിന്നെ വിശ്വാസമൊന്നും ചേട്ടാ. മര്യാദക്ക് കയ്യിലുള്ള കാശ് തന്നിട്ട് പോ. എന്റെ കയ്യില് കാശില്ല. ഓണ പറയണ്ട, പൊള്ളക്ക് കേട്ട് ഞാൻ. ഞാൻ സത്യം പറഞ്ഞത്. എന്റെ കൈ കാശില്ല. എന്റെ പേഴ്സിലാ കാശുള്ളത്. അവന്റെ ഒരു നീ എന്താ തമാശിക്കണോ? കാശെടുക്കടാ.
മുഴുവൻ എടുക്കടാ. നീക്ക് നശിച്ച് നാറാണക്കല്ലായി പോവും. അതൊക്കെ ഞങ്ങൾ നോക്കണം. വിട്ടോ വിട്ടോ. അവന്റെ ഒരു പ്രാക്ക്. പോടാ പോടാ. ആഹാ, ഇതിപ്പോ എവിടുന്നായി പൈസ? കാശ് കിട്ടിയല്ലോ, വേറൊന്നും നീ അറിയണ്ട. നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാണെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് നല്ലതായിരിക്കും. പക്ഷേ അതിന് പകരം ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുവന്നാണെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. ഓ, ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നു അതോ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്നു? നിനക്ക് കാശ് കിട്ടിയാ പോരടി. ഈ കാശ് കൊണ്ടുപോയി കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്. വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. ചേട്ടാ, ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് കൊടുത്തേക്ക്. കാശ് പിന്നെ തന്നോളാം. നോക്ക്, ഇതുവരെയായിട്ട് നിന്റെ വിരട്ടലും ഭീഷണിയും കൊണ്ടാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. ഇനി അത് നടക്കാൻ പോകുന്നില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതങ്ങ് ചെയ്തേക്ക്. ചേട്ടാ, ചേച്ചിക്ക് നല്ല സുഖമില്ലെന്ന്. ആശുപത്രി പോണെന്നാ പറയുന്നേ. ആശുപത്രിയിലേക്കോ? ഗവൺമെന്റ് ആശുപത്രി പോകാൻ പറയായിരുന്നില്ലേ? ചേട്ടാ, അതൊക്കെ ഉച്ചയ്ക്ക് തന്നെ അടയ്ക്കൂലേ? ഓ ശരി, നടക്ക്. തനിക്കുള്ള ഞാൻ പിന്നെ തന്നോളാം. ചേട്ടാ, ഏടാ, ഇതേ നോക്കിയേ, ഒരു കിണം വരുന്നുണ്ട്. വാവാ. ഹലോ, നിന്ന് നിന്ന് നിന്ന്. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? കയ്യിലുള്ള കാശ് എടുക്ക്. എന്തോന്നാടോ തന്നു വെച്ചതുപോലെ ചോദിക്കുന്നേ? ദേ, ഞാൻ അല്ലെങ്കിൽ തന്നെ കാലിപ്പിലായിരിക്കുന്ന മര്യാദയ്ക്ക് കാശ് എടുക്ക്. ഇതാ നോക്ക്, എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ധൃതി പിടിച്ച് പോവാ. ഞാൻ അവിടെ ചെന്നിട്ട് ഈ കാശ് കൊടുത്തില്ലെങ്കിലേ അത്രേ ഉള്ളൂ. എന്നെ ഒന്ന് പോവാൻ അനുവദിക്കേ. പറഞ്ഞ നിനക്ക് മനസ്സിലാവണം. എന്താ ഈ കാണിക്കുന്നേ? വേണ്ട, പണം എടുക്കരുത്. പറഞ്ഞു കേൾക്ക്. പറഞ്ഞാ മനസ്സിലാവും. എവിടെ പോയിരിക്കുകയായിരുന്നു? മനസ്സ് ശരിയല്ല, അതാ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. എന്തു പറ്റി? മോൾക്കാണെങ്കി ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വെള്ളം വന്നിട്ട് പോയതേ ഉള്ളൂ. മോക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന്. അതോർത്തല്ല സെൽവി, ഞാൻ ആർക്കെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടോ? എല്ലാരും ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയല്ലേ ഇപ്പൊ എന്റെ മോൾക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ ദ്രോഹിച്ചവരാ എന്നെ സഹായിക്കാൻ വന്നത്, രക്തം തന്നത്, പണം തന്ന് സഹായിച്ചത്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുവല്ല, ഞങ്ങളുടെ സ്നേഹിതരാന്നാ പറയുന്നത്. ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. അതിന് നിങ്ങൾ ഇങ്ങനെ മനസ്സ് വിഷമിക്കാതെ. ഇല്ല സെൽവി, ഞാൻ പോയി ജ്യോതി ചേച്ചിയെ കണ്ടിട്ട് വരാം. ശരി, പോയി കണ്ടിട്ട് വാ.
ചേച്ചി, ഞാൻ വീട്ടിൽ പോയായിരുന്നു. അപ്പോഴാ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്. ചേച്ചിയോട് എനിക്ക് സംസാരിക്കണം. ഇരിക്ക്. എന്താ നിക്കുന്നേ? ചേച്ചി ആശുപത്രി വന്നു പോയ പിന്നെ മനസ്സിന് വല്ലാത്ത വിഷമമായി. കിടന്നിട്ട് ശരിക്കും ഉറക്കം വരുന്നില്ല. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്റെ കൺമുന്നിൽ വന്നും പോയി ഇരിക്കുക. ചേച്ചി എത്ര വലിയ സഹായം എനിക്ക് ചെയ്തത്. പക്ഷെ അതിന് പകരമായി എന്റെ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തിന്? ഞാൻ ക്ഷമ പറയണമെന്ന് പോലും ആരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ അടിച്ചിരുന്നെ പോലും എന്റെ മനസ്സ് ഇത്രയും വേദനിക്കില്ലായിരുന്നു. എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ചേച്ചി. ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് എനിക്കൊന്ന് പൊട്ടിക്കരയണം ചേച്ചി. എന്തോ ഒരു ഭാരം എന്നെ വല്ലാതെ അലട്ടുന്നു ചേച്ചി. അത് മറ്റൊന്നും കൊണ്ടല്ല. വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പാപം ഒരു ഭാരത്തെ പോലെ മനുഷ്യനെ അലട്ടുമെന്ന്. അതെ ചേച്ചി, ഞാൻ ആകെ താർന്നിരിക്കുക. മനസ്സിൽ വലിയ പാറക്കല്ല് വെച്ച പോലെ വല്ലാത്ത ഭാരം തോന്നുന്നു ചേച്ചി. ഇതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു വരണമെന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങൾ ഇപ്പോ പറഞ്ഞതെല്ലാം തന്നെ പാപം ഉപേക്ഷിച്ച് പശ്ചാത്തപിക്കുന്നതിന്റെ സൂചനകളാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോ ഉണ്ട്. ബൈബിളിൽ ഇതിന് മാനസാന്തരപ്പെടലെന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടും എന്നുള്ളത് വിശ്വസിക്കണം. അത് നൽകുന്നത് യേശു മാത്രമാണെന്നുള്ളതും വിശ്വസിക്കണം. പിന്നീട് നിങ്ങളുടെ ഹൃദയം തുറന്ന് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയണം. ചേച്ചിയോടോ? അല്ലല്ല, യേശുവിനോട്. അവനാണ് നമുക്ക് വേണ്ടി കുരിശിൽ ആണിയടിക്കപ്പെട്ട് രക്തം ചൊരിഞ്ഞത്, ജീവത്യാഗം ചെയ്തത്, ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശുവാണ് പാപക്ഷമ നൽകാൻ ശക്തനായവൻ. നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപക്ഷമ മാത്രമല്ല, നിങ്ങൾക്കൊരു പുതിയ ജീവിതവും അവൻ നൽകും. നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും കഴുകി നമ്മെ ശുദ്ധീകരിക്കും. ശരി ചേച്ചി, ഞാൻ വരട്ടെ. ശരി, പോയിട്ട് വരൂ. എന്താ മോനെ? അല്ലമ്മ, നമ്മളെ ശത്രുക്കളായി കാണുന്ന ആളുകൾക്കും നമ്മൾ നന്മ ചെയ്യണമെന്നുണ്ടോ? യേശുദേവൻ നമ്മളെ അങ്ങനെയല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? നിനക്കെതിരായി പ്രവർത്തിക്കുന്നവർക്ക് നന്മ ചെയ്യണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ ആ മനുഷ്യൻ? വലിയൊരു റൗഡിയായിരുന്നു. നമുക്ക് ദോഷം ചെയ്ത ആളുമാണ്. നമ്മളും അതിന് പകരം വീട്ടിയിരുന്നെങ്കിൽ അയാളിപ്പോ ഒരു കൊലയാളിയായി മാറിയേനെ. നമ്മൾ തിന്മയ്ക്ക് പകരം സ്നേഹം കാണിച്ചതുകൊണ്ട് കൊലയാളിയായി മാറേണ്ടിയിരുന്ന അയാൾ ഇപ്പൊ ഒരു മനുഷ്യനായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് യേശുക്രിസ്തു പറയുന്നത്. അതെ അമ്മേ, ശരിയാ. മാനസാന്തരപ്പെടുന്ന ഒരു പാപി കാരണം സ്വർഗലോകം വളരെയധികം സന്തോഷിക്കുന്നു. നമ്മൾ കണ്ട ജ്യോതിച്ചേച്ചി എന്ന നാടകത്തിലും റൗഡിയെ ജ്യോതിച്ചേച്ചി ചെയ്ത ഒരു സൽപ്രവൃത്തിയിലൂടെ കർത്താവിലേക്ക് വഴി നയിക്കാൻ സാധിച്ചു. ഇതേപോലെ തന്നെ നമ്മളും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള സദ്വാർത്ത പ്രചരിപ്പിക്കണം. സുവിശേഷം അറിയിക്കാൻ പറ്റാത്തവർക്ക് നമ്മുടെ സൽപ്രവൃത്തികളിലൂടെ ദൈവത്തിലേക്ക് അവരെ വഴി നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മെ ശുദ്ധീകരിക്കുന്ന കാൽവരി രക്തം സ്വീകരിക്കാം. അടുത്തതായി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നതിനായി സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ തയ്യാറായിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കുക.
കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നേ ദിവസം നല്ല വീടെന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന് ഞാൻ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം കർത്താവിന്റെ വചനം പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപത്ത് തന്നെ ഉണ്ടെന്ന്. ഈ അവസരത്തിൽ നമ്മൾ കാലതാമസം ചെയ്യരുത്. ഇത് കൃപയുടെ കാലമാണ്. കർത്താവ് വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ഇക്കാലത്താണ് നാം മാനസാന്തരപ്പെടേണ്ടത്. ഒരുപക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മദ്യപാനത്തിന് അടിമകളായിരിക്കാം, സിഗരറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേശ്യാവൃത്തിയോ വ്യഭിചാരമോ കാരണം അത്തരത്തിലുള്ള പാപങ്ങൾക്ക് അടിമയായി ജീവിക്കുകയായിരിക്കാം, ലഹരി മരുന്നുകൾക്ക് അടിമകളായിരിക്കാം. കർത്താവിന് മുൻപാകെ നിന്ന് ഒരു വാക്ക് പറയൂ, കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണേ. അങ്ങ് എന്നോട് ക്ഷമിച്ച് എന്റെ രക്ഷിപ്പിലൂടെ സന്തോഷം, ആ രക്ഷിപ്പിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ എന്ന് പറയൂ. കർത്താവിന് മുൻപാകെ നിങ്ങൾ താഴ്മയോടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തു ക്ഷമിക്കുന്ന ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ്, ക്ഷമയുടെ ദൈവമാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, കർത്താവേ, ഇത് പാപമാണ്, ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ ക്ഷമിക്കുന്ന ദൈവം നിങ്ങളോട് ക്ഷമിച്ച് രക്ഷിപ്പിന്റെ സന്തോഷത്തോടെ നിങ്ങളെ നിറയ്ക്കുന്നതാണ്. കാരണം കർത്താവിന്റെ തിരിച്ചുവരവ് ഉടനെയുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപത്ത് തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ നരകത്തിലേക്ക് പോകാതെ കർത്താവിനോടൊത്തിരിക്കണമെന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, രക്ഷയുടെ സന്തോഷം നേടണം. ചിലർ പറയാറുണ്ട്, പാപമാണെന്ന് അറിയാം, ഞാൻ കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഊരി വരാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും ആ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പോരാട്ടം എന്റെ ഉള്ളിൽ കാണപ്പെടുന്നു എന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരാധിക്കുന്ന ദൈവം അസാധ്യമായവയെ സാധ്യമാക്കുന്നവനാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. കർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, കർത്താവേ, അത് പാപമാണെന്ന് എനിക്കറിയാം, അങ്ങയോട് ഞാൻ ഏറ്റുപറയുകയാണ്, പക്ഷെ എനിക്കത് മറക്കാൻ പറ്റുന്നില്ല, അതെനിക്ക് വിടാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കണേ. കാരണം അവൻ സഹായിക്കുന്ന ദൈവമാണ്. മനുഷ്യരുടെ സഹായങ്ങളെല്ലാം വൃഥാവാണ്. കർത്താവിന്റെ സഹായം ഉന്നതമാണ്. കർത്താവിന് മുൻപാകെ ചെന്ന് പറയൂ, കർത്താവെ, അങ്ങയുടെ സഹായം വേണം. ഈ പാപം വീണ്ടും എന്നെ പിന്തുടരാതെ, ഈ പാപഭംഗിലമായ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും പോകാതെ എന്നെ അങ്ങ് സഹായിക്കണേ എന്ന് നിങ്ങൾ കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കും തോറും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഈ പാപത്തിൽ നിന്ന് മോചനം നേടി പരിപൂർണമായ രക്ഷ നേടാനുള്ള കൃപ കർത്താവ് നിങ്ങൾക്ക് നൽകും. അതുപോലെ ശുശ്രൂഷാപാതയിൽ ചിലർ പറയാറുണ്ട്, ലഹരി വസ്തുക്കൾക്ക് അടിമയായി പോയി, സിഗരറ്റ് വലിക്കുന്നു. ചെറുപ്പക്കാരും പെൺകുട്ടികൾ പോലും അങ്ങനെയാണ്. അവർ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. ചില സഹോദരിമാർ പറയാറുണ്ട്, എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, എന്തിനാണ് മദ്യപിക്കുന്നത്, എന്തിനാണ് പുകവലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാറുണ്ട്, എന്തൊരു കഷ്ടപ്പാടാണ്, എന്തൊരു ദുരിതമാണ് അനുഭവിക്കുന്നത്, ഈ ദുഃഖങ്ങളെല്ലാം മറക്കാൻ വേണ്ടിയാണ് കുടിക്കുന്നതെന്ന്. ഒന്ന് മനസ്സിലാക്കണം, കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇവയ്ക്കൊക്കെ നടുവിലും ദുഃഖമകറ്റുന്ന ഒരേ ഒരാൾ യേശുദേവൻ മാത്രമാണ്. ആ വേദനകളെല്ലാം മാറ്റുന്നവൻ കർത്താവ് മാത്രമാണ്. അവനാൽ മാത്രമേ ശാശ്വതമായ സമാധാനം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് സമാധാനവും സന്തോഷവും നേടാൻ കഴിയൂ. ആ പാപം അറിഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, എന്റെ ഈ ദുഃഖങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ മദ്യപിക്കുന്നതെന്ന് പറയുന്നവരോട് വീണ്ടും ചോദിക്കുമ്പോൾ പറയും, ശരി, നിങ്ങൾ രാവിലെ മുതൽ കുടിച്ചോണ്ടിരിക്കുകയല്ലേ, ഇത്രയും നേരം ദുഃഖമില്ലേ? ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ആണ് ആ ദുഃഖങ്ങളെല്ലാം മറന്ന് ഞങ്ങളിരിക്കുന്നത്. പിന്നീട് വീണ്ടും ആ ദുഃഖവും ഭയവും അസ്വസ്ഥതയും എല്ലാം വരുന്നതുകൊണ്ട് വീണ്ടും ഞങ്ങൾ രാത്രിയിൽ പോയി മദ്യപിക്കുന്നു. അതിന് സിഗരറ്റും ഉണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറിനകം എത്രയോ സിഗരറ്റ് വലിച്ചു തീർക്കുന്നവരും ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മനസ്സിലാക്കണം, ദുഃഖം മാറ്റാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ യേശുവിനോട് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഈ ലോകം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. കർത്താവിനോട് ചെന്ന്, കർത്താവേ, അങ്ങ് സമാധാന പ്രഭുവാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. എന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും അങ്ങയ്ക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ. ഞാൻ സ്വയം അങ്ങയെ ഏൽപ്പിക്കുകയാണ്, എന്നെ വഴി നയിക്കണമേ, എനിക്ക് ഉപദേശം നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശാശ്വതമായ ഒരു നല്ല സമാധാനം തരും. അതുമാത്രമല്ല, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ രക്ഷയുടെ സന്തോഷം നേടിയവരായിരിക്കാം, അഭിഷേകം നേടിയവരുമായിരിക്കാം, എന്തിന് ശുശ്രൂഷ ചെയ്യുന്നവരുമായിരിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധവാന്മാർ ഇനിയും പരിശുദ്ധവാന്മാരായിട്ടില്ലെന്ന്.
ഞാൻ ഈ ലോകത്തിലുള്ളവനല്ലാത്തതുപോലെ നിങ്ങളും അങ്ങനെയല്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം എന്തോ ഒരു പാപം നിങ്ങൾ ഏറ്റുപറഞ്ഞു, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, അഭിഷേകവും കഴിഞ്ഞിട്ടുണ്ട്, ഞാനും ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ കർത്താവിന്റെ വരവാൽ ഞാനും സ്വീകരിക്കപ്പെടുമെന്ന ഒരു ചിന്ത ഉണ്ടായിരിക്കാം നിങ്ങളിൽ. എങ്കിലും കർത്താവിന്റെ വചനം പറയുന്നു, ഓരോ ദിവസവും നമ്മൾ മാനസാന്തരപ്പെടണം. കോപിക്കുന്നുണ്ടായിരിക്കാം, നീരസപ്പെടുന്നുണ്ടായിരിക്കാം, അതുപോലെ വഴക്കും വക്കാണവും ഒക്കെ കാണാം, വെറുപ്പും വിദ്വേഷവും അസൂയയും ഒക്കെ ഉണ്ടായിരിക്കാം. ആ ജഡീക പ്രവൃത്തികളെല്ലാം നശിച്ചുപോയി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട ഒരു മാനസാന്തരപ്പെടൽ നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുൻപാകെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മോടൊപ്പം അനേകം ആത്മാവുകൾ കർത്താവിന്റെ തിരിച്ചുവരവിൽ കാണപ്പെടണമെങ്കിൽ ഓരോ ദിവസവും നമ്മെ പരിശോധിച്ചു നോക്കി കോപം, അസൂയ, വെറുപ്പ്, വിദ്വേഷം ഇവയിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറണം. മാനസാന്തരപ്പെട്ട് എന്റെ ആത്മാവ് കർത്താവിൽ സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ വേണം. ആ രക്ഷയുടെ ദൈവത്തിന്റെ മുൻപാകെ എപ്പോഴും സന്തോഷത്തോടുകൂടി ആ രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയ്ക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരോട് ആ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ മനസ്സും സന്തോഷിക്കും, കർത്താവിന്റെ നാമം മഹത്വപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നു, ഒരാൾ രക്ഷ പ്രാപിക്കുമ്പോൾ സ്വർഗലോകത്തിൽ വളരെ സന്തോഷമുണ്ടാകുന്നു എന്ന്. അപ്പോൾ ഇന്നേ ദിവസം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ ഏതുതരം പാപശീലങ്ങൾക്ക് അടിമയായിട്ടുണ്ടെങ്കിലും കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ചെയ്യുന്നത് പാപമാണ്, എന്നോടങ്ങ് പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ ആ സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കും, ആനന്ദിക്കും. അതുമാത്രമല്ല, ഇന്നത്തെ സന്ദേശം പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊരു വാക്ക് പറയുമ്പോൾ, കർത്താവേ, ഞാൻ എന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണമേ, മാനസാന്തരപ്പെടാനായി സ്വയം സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ കർത്താവ് ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ആ കർത്താവ് നിങ്ങൾക്ക് തന്ന് കർത്താവ് നിങ്ങളെ നല്ല രീതിയിൽ വഴി നയിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഞാൻ സന്തോഷമായിരിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ സമാധാനമായിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ അതിശയിക്കുന്ന വിധത്തിൽ കർത്താവ് രക്ഷ കൊണ്ടും തന്റെ സന്തോഷം കൊണ്ടും നിറച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളിലൂടെ അനേകം പേർ കർത്താവിനെ അറിയുന്നതിനായി, അനേകം പേർക്ക് രക്ഷയുടെ സന്തോഷം കിട്ടുന്നതിനായി, അനേകം പേരുടെ ദുഃഖങ്ങളെല്ലാം മാറി അവരും സന്തോഷിക്കുന്ന വിധത്തിൽ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുന്നതാണ്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം നേടുന്നതിനായി നമുക്കെല്ലാവർക്കും കൂടി ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. അങ്ങയുടെ വചനമനുസരിച്ച് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപത്ത് തന്നെ ഉണ്ട് എന്നുള്ള വചനം പോലെ അങ്ങ് പറഞ്ഞ വാക്കുകൾക്കായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു രാജാവേ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഒരു മാനസാന്തരപ്പെടൽ എനിക്ക് വേണം, എനിക്കൊരു പാപക്ഷമ തീർച്ചയായും വേണം, എനിക്ക് ഒരു രക്ഷയുടെ സന്തോഷം കിട്ടണമേ എന്ന് ദയവായി പ്രാർത്ഥിക്കുക. ഒരുപക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെ ഇനിയും മാനസാന്തരപ്പെട്ടിട്ടില്ലയോ, ആർക്കൊക്കെയാണോ ആ രക്ഷയുടെ സന്തോഷം കിട്ടിയിട്ടില്ലാത്തത്, അവർക്ക് വേണ്ടി കുടുംബത്തിലുള്ള മറ്റുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ, എന്റെ കുടുംബം അങ്ങയുടെ വരവിനായി തയ്യാറാകണമേ, ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങളുടെ അപേക്ഷകളെ തള്ളിക്കളയാത്ത കർത്താവ്, ക്ഷമിക്കുന്ന ദൈവം, മനസ്സലിവുള്ള ദൈവം, അവൻ ക്ഷമിക്കും, രക്ഷിക്കും, നിങ്ങളെ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയ്ക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. ആരൊക്കെയാണോ ഈ സമയത്ത് സ്വയം താഴ്ത്തി അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, എനിക്ക് പാപക്ഷമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, രക്ഷ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, എനിക്കൊരു മാനസാന്തരപ്പെടൽ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്, അവരുടെ മേൽ അങ്ങയുടെ കരം വെക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാൽവരി കുരിശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തി ഓരോ ശരീരത്തിലും ഇറങ്ങുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉപേക്ഷിക്കാനാവാത്ത പാപങ്ങൾ നിമിത്തം പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ദുഃഖവും ദുരിതവും കാരണം ഞാൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഓരോരുത്തരെയും കർത്താവേ, അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, സമാധാന പ്രഭുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ കുടുംബത്തിലും കർത്താവിന്റെ സമാധാനം പ്രവേശിക്കുവാനായി പ്രാർത്ഥിക്കുന്നു, രക്ഷയുടെ ശക്തി പ്രവേശിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്തോഷം കൊണ്ട് ഈ ഓരോ കുടുംബത്തെയും നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, അങ്ങേക്ക് നന്ദി. താങ്ക് യു ലോർഡ്, അങ്ങേക്ക് നന്ദി. ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ നാമത്തിൽ അങ്ങ് ചുമതല ഏറ്റെടുത്ത് അങ്ങിവരെ വഴി നയിക്കണമേ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണേ നല്ല പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. നമ്മുടെ സമർപ്പണം കേട്ട കർത്താവ് തീർച്ചയായും നിങ്ങളെ വഴി നയിക്കും. രക്ഷയുടെ സന്തോഷം നേടുക, കർത്താവിനെ മുറുകെ പിടിക്കുക. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ.
പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalamavadi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.